എ ഐ പൊതുവെ നമുക്ക് പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമകളിലൂടെയാണ്. സിനിമകളിൽ ഒരുപാട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഹ്യൂമൻ മെഷീൻ ഇന്ററാക്ഷൻസ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നിർവചിക്കുന്ന ഒരു എ ഐ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഒരു ഹ്യൂമൻ മെഷീൻ ഇന്ററാക്ഷൻസ് ഒരുപാട് സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയത് 1977 ഇറങ്ങിയ സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞ മൂവി കൂടിയാണ്. ഇതൊരു സ്പേസ് സ്റ്റേഷനെ കുറിച്ചും അവിടെ ഉണ്ടാകുന്ന ഒരുപാട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. പക്ഷെ ഒരു 1977 ഇറങ്ങിയ മൂവി എന്നുള്ളത് ഒരു ഹൈ ക്വാളിറ്റി മൂവിയാണിത്. സാധാരണ നമ്മൾ ചിന്തിക്കുന്ന സിനിമകളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഈ സിനിമ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നീട് വന്നതാണ് ഒരു ഹ്യൂമൻ മെഷീൻ ഇന്ററാക്ഷൻ കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ടെർമിനേറ്റർ സീരീസ്. 1984 ഇറങ്ങിയ ആദ്യത്തെ ടെർമിനേറ്റർ ഒരുപക്ഷെ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും കണ്ട സിനിമയായി. അപ്പൊ നമ്മളിവിടെ പറയുന്നത് പൂർണ്ണമായി ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എ ഐ കൈകാര്യം ചെയ്യുന്ന സിനിമകളല്ല, നേരെ മറിച്ച് ഏതെങ്കിലും രീതിയിൽ എ ഐ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ മെഷീൻ ഇന്ററാക്ഷൻസ് ഉള്ള സിനിമകളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പറയുന്നത്. ആ ലെവലിൽ ടെർമിനേറ്റർ സീരീസും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങി. നമ്മുടെ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് തന്നെ നമുക്ക് കിട്ടും എ ഐ ഉപയോഗിച്ചിട്ടുള്ള. പിന്നീട് ഞാൻ ഇട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നത് മെട്രിക്സ് ആണ്. എന്തുകൊണ്ട് മെട്രിക്സ് ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി വാർത്തുന്ന സിനിമകളിൽ ഒരു പക്ഷേ ആദ്യം തുടങ്ങിയ സീരീസ് മെട്രിക്സ് ആയിരിക്കും. കാരണം ആ സിനിമകളൊക്കെ ഒരു പ്രാവശ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു 2-3 പ്രാവശ്യം കണ്ടാൽ എന്താണ് സിനിമ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അറ്റ്ലീസ്റ്റ് എനിക്ക് എങ്ങനെയായിരുന്നു. ആദ്യം നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്ത് ബോറൻ പടമാണ്, ഒരു സാധനം മനസ്സിലാവുന്നില്ലല്ലോ. പിന്നീട് ആൾക്കാർ അതിനെക്കുറിച്ച് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാനുള്ള ഒരു താല്പര്യം തോന്നും. പിന്നീട് ഇറങ്ങിയാണ് എക്സ്മെൻ സീരീസ്. ഇതേപോലെ തന്നെ ഇതേ കാറ്റഗറിയിലൊക്കെ പെടുന്ന സിനിമകളാണ്. പിന്നെ ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ ഒരുപക്ഷെ എന്തിരനായിരിക്കും വളരെയധികം പ്രശസ്തമായ ഒരു മൂവി. ഇതേ മേഖലയിൽ നമുക്കറിയാം എന്താണ് എന്തിരനിൽ കൈകാര്യം ചെയ്ത വിഷയം എന്നുള്ളത്. അതുപോലെ നമ്മൾ മലയാളത്തിലും ഇതുപോലെ ഇറങ്ങി. റോബോട്ടാണ് അതിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്. അപ്പൊ സിനിമകളിൽ ഇത് മുഴുവനായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ടൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മളൊന്ന് നിർവചിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു റോബോട്ടിന് അതിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ്, അതിന് സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് തന്നെയാണ് നിർമ്മിത ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു മെഷീൻ, റോബോട്ട് എന്നല്ല നമ്മൾ പറയുന്നത്, ഡെഫിനിഷനിൽ പറയുന്നത് ഒരു മെഷീൻ, ഒരു യന്ത്രത്തിന് അതിന് നമ്മുടെ ഹ്യൂമൻസിൻ്റെതായിട്ടോ ആനിമൽസിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധി കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹ്യൂമൻസിനും ആനിമൽസിനും ഉള്ള പ്രത്യേകത? നമുക്കൊരു സാഹചര്യം മനസ്സിലാക്കി നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ സാഹചര്യം മനസ്സിലാക്കി നമുക്കൊരു ആക്ഷൻ, അതിനനുസരിച്ച് ഉള്ള ഒരു ആക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള റോബോട്ടുകൾ, അതായത് ട്രഡീഷണലി നമ്മളുള്ള റോബോട്ടുകൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാം പ്രോഗ്രാംഡ് ആണ്. അതാണ് എന്താണ് ആ പ്രോഗ്രാമിൽ പറഞ്ഞത് അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന് സാഹചര്യം മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മെഷീന് അതിന്റെ സാഹചര്യം മനസ്സിലാക്കി അതിനൊരു തീരുമാനം എടുക്കാനും അതിനനുസരിച്ച് ഒരു ആക്ഷൻ ചെയ്യാനും കഴിയുമെങ്കിൽ അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ വരുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്, എന്താണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത്? അല്ലെ, എന്താണ് മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. കാരണം നമ്മുടെ കോഴ്സിൽ ത്രൂ ഔട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്, ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇത് വെയിറ്റ് ചെയ്യുക. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. എന്തിനാണ് നമ്മൾ എ ഐ പഠിക്കേണ്ടത്? അല്ലെ, എന്താണ് എ ഐയുടെ പ്രത്യേകത? നിങ്ങൾ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം, എ ഐ ഈസ് ദ ന്യൂ ഇലക്ട്രിസിറ്റി. ഡോക്ടർ ആൻഡ്രൂ യങ്, ഇദ്ദേഹം ഒരുപാട് ഫേമസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇദ്ദേഹം ഒരു കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് മെഷീൻ ലേണിങ്ങിനെ കുറിച്ച്. ഒരു കോഴ്സല്ല, ഒരുപാട് കോഴ്സ്. ഒരുപക്ഷെ ഞാനൊക്കെ മെഷീൻ ലേണിംഗ് ആദ്യം പഠിച്ചത് ഇദ്ദേഹത്തിന്റെ കോഴ്സ് കണ്ടിട്ടാണ്. ഞാൻ അത് റെക്കമെൻഡ് ചെയ്യല, ഞാൻ ജസ്റ്റ് പറയുകയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബയോഡാറ്റ ഞാൻ ഇവിടെ പറയുന്ന കാര്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിലാണ് കാര്യം. എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഐ ഇസ് ദ ന്യൂ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ ഇനി എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് നടക്കണമെങ്കിൽ എ ഐ വേണം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട് നമ്മൾ എ ഐ പഠിക്കണം എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും പറയുന്നത് സ്കിൽ ഓഫ് ദ സെഞ്ചുറി. നമുക്ക് ഈ സെഞ്ചുറിയിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ട നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കണക്കുകൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതാണ്. പല കണക്കുകളുണ്ട്. 18 to 25 വരെ ശതമാനത്തിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസിലും ഇനി ഒരു ഭാവിയിലേക്ക് അത്രയും ഓപ്പണിങ്സ് വരും എന്നാണ് പറയുന്നത്. അതായത് ഒരു 100 ഓപ്പണിംഗ് വരുവാണെങ്കിൽ അതിലൊരു 25% എ ഐ ബന്ധപ്പെട്ടായിരിക്കും. എങ്ങനെയാണ് ഇത്രയും വരുന്നത്? കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എ ഐ വരും. ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, സെയിൽസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, പിന്നെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും, റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് ഓപ്പണിങ്സ് ആണ് വരാൻ പോകുന്നത്.
ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഗ്രോത്ത് ഈ ഒരു മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ AI ഈസ് എവരിവെയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖല വേണമെങ്കിലും എടുത്തോളൂ, അവിടെ AIയുടെ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഇനി അത് വേണമെന്നില്ല, നമ്മൾ വേറെ മേഖലകൾ, അതായത് ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയ ആയിക്കോട്ടെ, മ്യൂസിക് ജനറേഷൻ തന്നെ ഉണ്ട് AI. ഇതൊരു വേറൊരു ലെവലിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുവരെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ എന്താണോ കുറെ കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത്, അതിനെയൊക്കെ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോം ചെയ്ത് പുതിയൊരു സിസ്റ്റം AI കൊണ്ടുവരും. അതുകൊണ്ട് തന്നെയാണ് AIക്ക് ഈ കാലഘട്ടത്തിൽ ഇത്ര അധികം ഇമ്പോർട്ടൻസ്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡാറ്റ യുഗത്തിലാണ്. എന്താണ് ഡാറ്റ യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡാറ്റയാണ്. കാരണം ഇന്ന് കമ്പ്യൂട്ടേഴ്സിന്റെ ഒക്കെ കേപ്പബിലിറ്റി, അതായത് ഹാർഡ്വെയർ കേപ്പബിലിറ്റീസ് ഒക്കെ നമ്മൾ അൺഇമാജിനബിൾ ആയിട്ടാണ് കൂടുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡാറ്റ എടുത്ത് കൈകാര്യം ചെയ്യാം. അപ്പൊ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഡാറ്റ ആയിരിക്കും. ഡാറ്റയായിട്ട് സംബന്ധിച്ച് കേരളത്തിൽ ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലെ. അതിൽ പലരും ചോദിച്ചിരുന്നു ഡാറ്റയൊക്കെ എത്ര വലിയ കാര്യമുണ്ട്. കാരണം ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരുപാട് മെഷീൻസ് ഉണ്ട്, ഒരുപാട് അൽഗോരിതംസ് ഉണ്ട്, ഡാറ്റയെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് ഒരുപാട് പ്രെഡിക്ഷൻസ് നടത്താനായിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പലപ്പോഴും പല രീതിയിലുള്ള ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി നമുക്കൊരു ബ്രൈറ്റ് കരിയർ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് AI പഠിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത അഡ്വാൻറ്റേജ്. കാരണം കമ്പനികൾക്ക് ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, ആമസോൺ, ഇവരൊക്കെ ബൾക്കായിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ ഒരു എസ്റ്റിമേറ്റ്, അതും ഓൺലൈൻ സോഴ്സസ് നിന്ന് കിട്ടിയതാണ്. ആ സോഴ്സ് ഡീറ്റെയിൽസ് ഞാൻ എപ്പോഴും താഴെ ചെറുതാക്കി കാണിക്കും, ഞാൻ ഏത് സൈറ്റാണ് റെഫർ ചെയ്തതെന്നുള്ളത്. വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത്. ഓക്കെ, ഒരുപാട് കമ്പനികൾ പുതിയ ബിസിനസ് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പണിങ്സ് വരുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. അതിന്റെ കമ്പനി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം അവർ അത്രയും ഒരു പൊട്ടൻഷ്യൽ കാണുന്നതുകൊണ്ട് തന്നെ അത്രയും ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. AI ക്യാൻ ആഡ് 2.5% ടു GDP. ഇത്രയും GDP ഗ്രോത്ത് ഉണ്ടാക്കാൻ വരെ AIക്ക് സാധിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസ് ഹെവിലി ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഒരു കാര്യം ഞാൻ മുന്നത്തെ ഇതിൽ പറയാൻ വിട്ടുപോയത്, ഞാൻ അവിടെ ശമ്പളത്തെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ അതില് നിങ്ങൾക്ക് കാണാം, ഡോളറിൽ കാണാം. ഇന്ത്യയിൽ അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് പോസിബിൾ അല്ല. പക്ഷെ ഇന്ത്യത്തെ എമൗണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 15 ലക്ഷം വരെ, സ്റ്റാർട്ടിങ് തന്നെ 15 ലക്ഷം വരെ പെർ ഇയർ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. പിന്നെ AI വളരെ വേഴ്സറ്റൈൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാരോഡ് അല്ല, വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഏരിയ അല്ല. ഇതൊരിക്കലും ഒരു പ്രത്യേക മേഖലയോ പ്രത്യേക ആൾക്കാരെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക ആൾക്കാരെ മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് റിസർച്ച് ഒക്കെ നടക്കും വാക്സിന് വേണ്ടിയിട്ട്, കോവിഡ്. പക്ഷെ അതൊന്നും എല്ലാവർക്കും പോയി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഒന്നും അല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച് വരുന്ന ഒരാൾക്കാർ അത് വളരെ നാരോഡാണ്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു AI എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്രോഡർ പിക്ചറാണ് നമുക്ക് തരുന്നത്. കാരണം ഇത് ഇന്നലെയോ ഉണ്ടായി പെട്ടെന്ന് അങ്ങ് പ്രത്യക്ഷമാവുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജി ഒന്നല്ല. നമുക്കറിയാം ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പൊതുവേ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ടെക്നോളജി എത്ര കാലം ഉണ്ടാവും, ഞാൻ ഇതെല്ലാം പഠിച്ചു വരുമ്പോഴേക്കും ഈ ടെക്നോളജി ഒക്കെ പോയി വേറെ എന്തെങ്കിലും വരുമോ? നമുക്ക് ഈ പ്രോഗ്രാമിങ്ങിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ ഒരു കാര്യമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു വരുമ്പോഴേക്കും പിന്നെ നമ്മൾ ജോലി നോക്കി പോകുമ്പോൾ അവരുടെ റിക്വയർമെന്റ് തന്നെ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള വിഷയം ഇതിൽ വരുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അത്തരത്തിലുള്ള യാതൊരുവിധ സംശയത്തിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ കുറച്ച് ഡാറ്റ വെച്ചിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ ഡാറ്റയാണ് നമ്മളോട് AIയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളോട് പറയുന്നത്. ഇത്തരം ഡാറ്റകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പിക്ചർ കിട്ടുക. അത് തന്നെയാണ് മെഷീൻ ലേണിംഗിന്റെ ഒക്കെ ആത്യന്തിക എയിം. അപ്പൊ നമ്മളിപ്പം ഗൂഗിളിൽ നിന്ന് കുറെ ഡാറ്റ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് എന്തിന് AI പഠിക്കണം എന്ന് നമ്മൾ എങ്ങനെയാണോ നമ്മൾ പറയുന്നത്, അല്ലെ ഞാൻ ഇത്തരം ഡാറ്റാസ് ഒക്കെ കണ്ടെത്തി നിങ്ങളോട് പറയുകയാണ്, ഈ ഡാറ്റ നോക്കൂ, ഓക്കെ, ഈ ഡാറ്റ പ്രകാരം ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പഠിക്കണം എന്ന് ഞാൻ പറയാണ് നിങ്ങളോട്. ഇതേ കാര്യം തന്നെ ഒരു മെഷീൻ പറയുകയാണെങ്കിൽ അതാണ് മെഷീൻ ലേണിംഗ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് പറയുന്നു, ഓക്കെ, മെഷീൻ ലേണിംഗ് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പറയുന്നു. എന്നുപോലെ തന്നെ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് മെഷീൻ ലേണിംഗിലും വരുന്നത്. ഇതേ ഡാറ്റ കമ്പ്യൂട്ടറിന് കൊടുത്തിട്ട് അത് സ്വന്തമായിട്ട് അതിനൊരു ഇതുപോലെ പ്രഡിക്ഷൻസ് നടത്താൻ പറ്റുമെങ്കിൽ അതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് വരാൻ ഡീറ്റെയിലേക്ക് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു വന്നുള്ളൂ. ഈ ഡാറ്റ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണാം. എക്സ് ആക്സിസ്, അതായത് താഴെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഇയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 2010 തൊട്ടിട്ട്
19 വരെയുള്ള കൊല്ലങ്ങളുടെ ഡാറ്റയാണ് താഴെ തന്നിരിക്കുന്നത്. വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേക്കൻസീസ് ആണ്. AI സ്കിൽസ് വേണ്ട, അതും തൗസൻഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഡാറ്റ പ്രകാരം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം 2010 തൊട്ട് 2014 വരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും AI അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിലുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ വലിയൊരു ജമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ 2014 തൊട്ടിട്ട് 2019 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം അത് കുത്തനെയാണ് കയറുന്നത്. എസ്പെഷ്യലി 2016 തൊട്ടിട്ട്. കാരണം 2015 2016 ആണ് ഒരുപാട് മേജർ ഡെവലപ്മെന്റ്സ് തന്നെ ഉണ്ടായിട്ടുണ്ട് കമ്പ്യൂട്ടറും അതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ മേഖലയ്ക്ക് വല്ലാതൊരു എക്സ്പോഷർ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പോണൻഷ്യൽ ആയിട്ട് കൂടാൻ തുടങ്ങി. 2020 ഡാറ്റ ഇതിലില്ല, പക്ഷെ 2020 ഗ്രാഫ് മുന്നോട്ട് തന്നെയാണ്. ഇനി ഒരു അടുത്ത ഒരു 5-10 വർഷത്തേക്ക് ഡെഫിനറ്റ്ലി അതിൽ ഒരു തരത്തിലും അത് താഴാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. ഏതാണ്ട് 100ഓളം കമ്പനീസ് ഈ കൊല്ലം 2020 AI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ കമ്പനീസ് ആണ് എന്ന് വെച്ചാൽ ഭാവിയിലേക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള കമ്പനീസ് ആണ് ഈ 100 എണ്ണം.